സാറേ ഈ തുമ്മിച്ചനാള് മഹാപെശക. അതിലും മോശം മക്കള്. ഇവിടെ പല ആദിവാസി പെണ്ണുങ്ങളെ അതും ഇതും പറഞ്ഞും കൊടുത്ത് ഒരു പഴപ്പിച്ചിട്ടുണ്ട്. സാറ് വെറുതെ അവരുമായിട്ട് കച്ചറയ്ക്കൊന്നും നിൽക്കണ്ട. ദേ സാറിന് കൂട്ടുവന്നല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. രാത്രി ഊണഴിക്കാൻ വരില്ലേ? നല്ല ഒന്നാം തരം പുഴമീൻ കിട്ടിയിട്ടുണ്ട്. ശങ്കരേട്ടൻ എന്തായിരുന്നു ലാത്തി? നാട്ടിലെ പ്രേമത്തെ കുറിച്ചാ? പ്രേമോ? പ്രേമിച്ച പെണ്ണിനെ വേറെ ആള് കെട്ടി കുട്ടികളുമായി. എന്നാലും പുള്ളിക്കാരൻ എപ്പോഴും അവരെ കുറിച്ച് പറയാൻ 100 നാവാ. കടയ്ക്കുവാ പേരായിട്ടിരിക്കുന്നത് ഭാനുമതി വിലാസം. ഞാനാ സാറേ പാപ്പച്ചി. ആന ചവിട്ടിയ? ആന ചവിട്ടി വാസ്തവം. പക്ഷെ ഞാൻ ഉരുണ്ടു മാറി രക്ഷപ്പെട്ടു. തെറിച്ചു വീണ എന്റെ ഡയറി തൊണ്ടിയായിട്ട് എടുത്ത് ചില തെണ്ടികൾ ഞാൻ ചത്തെന്ന് പറഞ്ഞു വരുന്നു. എന്നാ ആൾക്കാരെ വിഷമിപ്പിക്കാതെ വീട്ടിൽ പോയിക്കൂടെ? അതിലും ഭേദം ആനയുടെ ചോട്ടിൽ ചെന്ന് കിടക്കുന്നതാ. എടാ ആനയേക്കാൾ ഭയങ്കരനാണ് എന്റെ അമ്മായി അച്ഛൻ. സാറേ സാറിന്റെ താമസ ഊരെല്ലാം ശരിയായി. മരിച്ചുപോയ താൻ എങ്ങനെ എന്റെ താമസക്കാര്യം ശരിയാക്കുന്നത്? ഞാൻ മരിച്ചത് ഇന്നലെയല്ലേ. ഇത് ഞാൻ മെനിഞ്ഞാന്നേ ശരിയാക്കിയതാ. സാറിന്റെ സ്റ്റാറ്റസിന് പറ്റിയൊരു വീട്. പക്ഷെ വാടക ഇത്തിരി കൂടും. 500 രൂപ, 2000 രൂപ അഡ്വാൻസ്. അത് ഞാൻ പിന്നെ മേടിച്ചോളാം. അപ്പോ നാളെ പുഴക്കരയെ വെച്ച് കാണാം. വരട്ടെ മോനെ. അയ്യോ 3-4 ദിവസമായില്ലേ ആ പയ്യൻ നിന്ന് അമറിലോട് അമറില്. അതിനൊന്ന് ചവിട്ടിക്കാൻ കൊണ്ടാലും ഇവിടെ ഉള്ളവർക്ക് നേരമില്ലല്ലോ. ആ നേരത്തെ അവളുടെ ഒരു പശുവിനെ ചവിട്ടിക്കല് നീ തന്നെ ചവിട്ടിയാ മതി. തങ്കപ്പാ. തങ്കപ്പോ ഇത്തിരി ചുണ്ണാമ്പ് തരുവോ? ചുണ്ണാമ്പില്ലെങ്കിൽ തീപ്പെട്ടി ആയാലും മതിയടാവേ. ഭ്രാന്ത് പിടിച്ചു. അറിഞ്ഞോ നമ്മുടെ തങ്കപ്പന് ഭ്രാന്ത് പിടിച്ചു. കുഞ്ഞമ്മച്ചാ നമ്മുടെ തങ്കപ്പന് ഭ്രാന്ത് പിടിച്ചു. ചെണ്ട ഭ്രാന്ത്. ഇന്ന് രാത്രി മുതൽ ചണ്ട പൊട്ടിക്കൊണ്ടിരിക്കുക. ഈശ്വര, അത് വലിയ കഷ്ടമായി പോയി. അല്ല മൂപ്പർക്ക് എന്ത് പറ്റി? എന്തോ കണ്ട് പേടിച്ചതാ. ഇന്നലെ രാത്രി വെളുക്കിരിക്കാൻ പോയപ്പോ ഒരു ഗന്ധർവൻ വന്ന് ചുണ്ണാമ്പ് ചോദിച്ചു അത്രേ. എന്നിട്ട് കൊടുത്തോ? ഗന്ധർവൻ എന്ന് പറഞ്ഞ ആരാന്നാടാ കരുതിയത്? നമ്മളെ തൂങ്ങിച്ചത്ത പോലീസുകാരല്ലേ? നല്ല ശകുനം. എങ്ങടാതാണോ? ഇല്ലത്തേക്ക് തന്നെ തമ്പ്രാ. താഴത്തെ വയലിൽ ആദ്യം കൊലച്ചതാ. അച്ഛൻ ഒരേ നിർബന്ധം ഇവിടെ കൊണ്ടുവന്ന് തരണോന്ന്. പതിവ് തെറ്റിക്കണ്ടെന്ന് ഞാനും വെച്ചു. എങ്ങോട്ടാ തമ്പ്രാ എല്ലാരും കൂടി? എല്ലാരും കൂടി അല്ല, ഗിരിജ സ്കൂളിലോട്ടും ഞാനും ഉത്തരയും കോടതി വരെ ഒരു വ്യവഹാരം. ഉത്തരയുടെ ഇല്ലത്തെ ഭാഗത്തിന്റെ തീർപ്പാ. രാധേടത്തി ആവത്തുണ്ട്. വേഞ്ചല്ലേ ഏടത്തേക്ക് ട്യൂഷൻ വന്ന നേരമായി. ഓ ശരി. വല്യമാമ എന്തിനാ നിങ്ങൾ പോണ കാര്യമൊക്കെ അയാളോട് വിസ്തരിക്കാൻ പോയത്? അല്ല എങ്ങോട്ട് പോവാന്ന് ചോദിച്ചാ പിന്നെ എന്താ പറയാ? എടോ പാപ്പച്ചി, ആ വീട് ഞാനിവിടെ ഉണ്ട്. താനിത് എവിടെ പോയിരുന്നു? ഇങ്ങനെ എത്ര കാലം താൻ ഒളിച്ചും പാത്തും കഴിയും? ലോകത്തിലെ എല്ലാ മഹാന്മാർക്കും ഉണ്ട് ഒളിവ് ജീവിതം. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു പുസ്തകം എഴുതാൻ. ഒളിവിലെ ഒളിവില്ലാത്ത ഓർമ്മകൾ. എന്റെ കർത്താവ് വെളിച്ചപ്പാട്, ഞാൻ ഒളിക്കുവാന്നേ. എടോ ഈ വാളും കോഴിയായിട്ട് ഇത് എങ്ങോട്ടാ? പാപ്പച്ചിയുടെ പ്രേതം തങ്കപ്പന്റെ ദേഹത്ത് കൂടിയിരിക്കുക. അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? അത് ഒഴിപ്പിക്കാൻ പോവാ. എടോ കോമരമേ, കണ്ടോ എന്റെ പ്രേതം ഒഴിപ്പിക്കാൻ പോവാ. ഒഴിപ്പിക്കട്ടെ. സാറ് വന്നേ. ഈ വീടിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു തുടങ്ങാം. വീട് അയ്യോ. എടോ എടോ പാപ്പച്ചി, പോയോ? വന്നാട്ടെ. അമ്മേ, തല തട്ടരുത്. ഇതാണോ വീട്? ഇത് തന്നെ. ഇവിടെ താമസമില്ലേ? ഒരു 10 മിനിറ്റ് കയറുക, പെട്ടി വെക്കുക, പോവുക. എടോ അതല്ല ചോദിച്ചത്, ഇവിടെ ആള് താമസമില്ലെന്ന്. മേളിലില്ല, താഴെയുണ്ട്. സാർ ഇങ്ങോട്ട് വന്നാട്ടെ. സാറിന് സ്ഥലം എങ്ങനെ? പിടിച്ചോ? പിടിച്ചെങ്കില് പറഞ്ഞ കാശ് അഡ്വാൻസ് കൊടുക്ക്. അല്ല, ആരെങ്കിലും വന്ന് ചോദിച്ചാല്? ആരും വന്ന് ചോദിക്കില്ല. ഞാൻ സമ്മതം മേടിച്ചിട്ടുണ്ട്. ഇനി അഥവാ ചോദിച്ചാല് പാപ്പച്ച് കൊണ്ടുവന്നാക്കിന്ന് പറഞ്ഞാ മതി. അതിന് താൻ മരിച്ചുപോയി? അയ്യോ അല്ല, മരിക്കുന്നതിന് മുമ്പ് സാറിനെ കൊണ്ടുവന്നാക്കിന്ന് പറഞ്ഞാ മതി. വന്നാട്ടെ. ബാഗ് അല്ലേ വേണ്ട.
തുണി മാറ്റട്ടെ. ഏ അല്ല, ഈ തുണിയൊക്കെ മാറ്റട്ടെ എന്ന്. താഴത്തെ ആൾക്കാരുടെയാ. തൽക്കാലം ഇവിടെ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് തുണി ഉണക്കാൻ ഉപയോഗിക്കാം ഇവിടെ. ആ. അത് അവരൊന്നും എടുത്തോളും. എന്നാ ഇറക്കട്ടെ സാർ. ശരി. അല്ല, അഡ്വാൻസ്. ഓ. ഈശോയെ. 2000 എന്നല്ലേ പറഞ്ഞേ? അല്ല, ഇല്ല ആയതുകൊണ്ട് 3000 ഇല്ലാതെ പറ്റില്ല. കണ്ടില്ലേ കട്ടിലും. എന്നാ 3000 ഉണ്ട്. ആ, എന്നാ പോയിട്ട് വരട്ടെ സാർ. ശരി. ആ ആ ആ. കൂടിയ എനമ മരുന്നും മന്ത്രവാദവും ഒക്കെ ഒപ്പത്തിനൊപ്പം വേണം. മന്ത്രവാദം ചെയ്യാമെന്ന വെളിച്ചപ്പാടും പാപ്പച്ചിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ചിരിക്കുക. കുറുന്തോട്ടിക്ക് വാദം. വെളിച്ചപ്പാടും പേടിച്ചു എന്ന് പറഞ്ഞാ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണോ? വൈദ്യരെ, ഈ കടപ്പാടം വിറ്റാണെങ്കിലും വേണ്ടില്ല, ഇങ്ങരുടെ ബോധം ഒന്ന് നേരെയാക്കി തരണം. തങ്കപ്പ കുറച്ചു നേരത്തെ ഈ കൊട്ടം നിർത്ത്. ആവൂ, എന്തോ ഒരു ഒച്ചയെങ്കിലും ഉണ്ടാക്കിയല്ലോ എന്റെ ഈശ്വര. പശുവിനെ ഇതൊരാരും മാറ്റി കെട്ടിയിട്ടില്ലേ? ഗിരിജ ഇനിയും സ്കൂളിൽ നിന്ന് വന്നില്ല എന്ന് തോന്നുന്നു. ഗിരിജ ഇനി എത്തിയില്ലേ? ഇല്ല, ഇന്ന് വൈകുന്ന് പറഞ്ഞ അവള് പോയത്. സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഗിരിജ അവിടത്തെ മാഷന്മാർക്ക് ഇപ്പൊ ക്ലാസ് എടുക്കണ്ടെന്നാ കേട്ടത്. നീ ഈ പുസ്തകം വായിച്ചിരിക്കായിരുന്നു അല്ലേ? ആ പയ്യനെ ഒന്ന് മാറ്റി കെട്ടാർന്നില്ലേ? തെക്കിനി മച്ചിൽ ഉണക്കാനിട്ടിരുന്ന തുണിയെങ്കിലും എടുത്തു വെച്ചോ നീയെ? ഞാൻ ഇപ്പൊ ഒന്ന് കേറിയതേ ഉള്ളു എടുത്തി. ഈ ഇടയിൽ നിനക്ക് മടി ഇത്തിരി കൂടുന്നുണ്ട്. ഏടത്തേക്ക് തുണി മാറാൻ ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ അവിടെ പോയി മാറ്റിക്കോളാം. എന്താ? എവിടെ? മുറിയിലൊരു കള്ളൻ. അയ്യോ, അങ്ങോട്ട് പോണ്ട, ഞാൻ അയാളെ മുറിയിൽ വെച്ച് പൂട്ടിയിരിക്കാ. എടുത്ത് കണ്ടു. നീ ശരിക്കും കണ്ടു കുട്ടിയെ? കണ്ടു, അയാൾ കയ്യിലൊരു ബൾബും പിടിച്ചിട്ടുണ്ട്. ആസിഡ് ബൾബായിരിക്കും, നക്സലൈറ്റാ. അയാളുടെ തോക്കൊക്കെ കാണും. നിങ്ങൾ ഇങ്ങോട്ട് പോലെ പോരു കുട്ടികളെ. നാട്ടുകാരെ ഓടി വരണേ, കള്ളനെ പൂട്ടിയിട്ടിരിക്കുന്നു. എന്താ? കള്ളൻ.